നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട്. പോളണ്ടിന് പിന്നാലെ ഓഗസ്റ്റ് 23-ന് യുക്രൈനും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. യുക്രൈൻ സന്ദർശനത്തിലെത്തുന്ന പ്രധാനമന്ത്രി തലസ്ഥാനമായ കീവിലേക്ക് എത്തുക പ്രത്യേകം തയ്യാറാക്കിയ ആഡംബര ട്രെയിനായ റെയിൽ ഫോഴ്സ് 1-ലാണ്. 20 മണിക്കൂറോളം യാത്ര നീണ്ടു നിൽക്കും. ആഡംബര ട്രെയിനായ റെയിൽ ഫോഴ്സ് 1-ന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ മുതൽ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഓൾഫ് ഷോൾസും റെയിൽ ഫോഴ്സ് 1-ൽ യാത്ര ചെയ്തിട്ടുണ്ട്. യുക്രൈൻ റെയിൽ കമ്പനിയായ യുക്ര സാലിഡ് ഇൻസ്റ്റിയ ഉടമസ്ഥതയിലാണ് ഇതിന്റെ പ്രവർത്തനം. ട്രെയിൻ മീറ്റിംഗ് റൂമും ബെഡ്റൂമും ടെലിവിഷൻ, ഇന്റർനെറ്റ് സൗകര്യം അടക്കം എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ജോലിക്കും വിശ്രമത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്ത മരം കൊണ്ട് നിർമ്മിച്ച ആഡംബര ക്യാബിനുകളാണ് ഈ ട്രെയിനിലുള്ളത്. യാത്രയ്ക്ക് എഞ്ചിനുകൾക്ക് പകരം ഡീസൽ എഞ്ചിനാണ് ട്രെയിനിന്റെ പ്രവർത്തനം. അതിനാൽ രാജ്യത്തിന്റെ വൈദ്യുതി ശൃംഖലകളുടെ പ്രവർത്തനം തകരാറിലായാലും ട്രെയിനുകൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കും. യുക്രൈൻ പ്രസിഡന്റ് തന്റെ അന്താരാഷ്ട്ര നയതന്ത്ര യാത്രകൾക്കായും റെയിൽവേ ശൃംഖലയെയാണ് ആശ്രയിക്കാറുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. സെലൻസ്കിയുമായി പ്രധാനമന്ത്രിയുടെ 4ാമത്തെ കൂടിക്കാഴ്ചയാണിത്. കൂടിയാലോചനകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യൻ നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും നിൽക്കുന്നത്. ജൂലൈയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര പുറപ്പെട്ടത്. യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുൻപോട്ട് വെക്കുമെന്നും യാത്രയ്ക്ക് മുൻപായി നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി പറഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം. വെള്ളിയാഴ്ച 7 മണിക്കൂർ പ്രധാനമന്ത്രി യുക്രൈൻ തലസ്ഥാനമായ കീവിലുണ്ടാകും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും. യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നരേന്ദ്രമോദി കാണും. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മോദി ആവർത്തിക്കും. ഇന്ത്യയും പോളണ്ടുമായുള്ള സൗഹൃദത്തിന്റെ 70ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത്. 45 വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് മോദി. പോളണ്ടുമായുള്ള സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. വിവിധ തന്ത്രപ്രധാന കരാറുകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുമെന്നും വിവരമുണ്ട്.